നമസ്കാരം, എൻ്റെ പേര് അനിത രാജ്. ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള ഇളമ്പൽ സ്വദേശിനിയാണ്. നിലവിൽ ഞാനിപ്പോൾ HST സോഷ്യൽ സയൻസ് അധ്യാപികയായി പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഒരു അധ്യാപിക ആവുക എന്നത് എൻ്റെ വളരെ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ ആ ആഗ്രഹത്തെക്കാൾ ഉപരി അതൊരു ആവശ്യകതയായി മാറുന്നത് എൻ്റെ 34-ാം വയസ്സിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 34 വയസ്സെന്ന് ഞാനൊരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. 34 വയസ്സെന്ന് പറയുമ്പോൾ സമയമെല്ലാം PSC എഴുതാനുള്ള സമയമെല്ലാം തീരാറായ ഒരു സമയമാണ്. 36 വയസ്സ് വരെ നമുക്കത് എഴുതാൻ കഴിയുള്ളൂ. ആ സമയത്ത് എനിക്ക് ചില രോഗങ്ങൾ വരികയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് ജോലി കിട്ടിയേ പറ്റൂ, ഏതെങ്കിലും ഒരു ജോലി കിട്ടിയേ പറ്റൂ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പേപ്പറിൽ വലിയകാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസിൻ്റെ ഒരു ദിവസവേതന അധ്യാപികയുടെ ഒഴിവ് കാണുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരെയുള്ളൊരു സ്കൂളാണ്. പക്ഷെ അന്നത്തെ ഒരു അത്യാവശ്യമായതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ചെന്നു. അവിടെ ചെന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്തത് നാസിം സാറാണ്. സാർ അവിടുത്തെ HSC സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. സാറ് ലീവ് എടുത്തതാണ്. ആ ലീവ് വേക്കൻസിയിലേക്കാണ് അവർ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പം ഞാൻ ചെന്ന സമയത്ത് എൻ്റെ മുടിയൊക്കെ മുട്ടയടിച്ചിട്ട് അത് കിളിച്ച് വരുന്ന ഈ സമയം, കുറച്ച് മുടിയൊക്കെ ആയിട്ടുള്ള ഒരു ബോബ് അടിച്ച മാതിരി കിടക്കുകയാണ്. അപ്പോൾ സാറിന് എന്നെ ആദ്യം കണ്ടപ്പോൾ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതൊരു റിമോട്ട് ഏരിയ സ്കൂളാണ്. സാറ് വിചാരിച്ച് ഞാൻ ഏതോ ഒരു പരിഷ്കാരിയാണ്, ഈ കുട്ടികൾക്ക് എന്നെ കണ്ടാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പക്ഷേ നിലവിൽ ഞാൻ അപ്പോൾ പത്തനംതിട്ട HSTയിൽ റാങ്ക് ലിസ്റ്റിലും അതുപോലെ HSST സോഷ്യോളജിയുടെ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ട ആളായതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ എടുക്കണമെന്നുള്ളൊരു നിയമം നിലനിൽക്കുന്നത് കൊണ്ട് എന്നെ ആ സ്കൂളിൽ അധ്യാപികയായിട്ട് നിയമിച്ചു. അവിടെ വെച്ച് സാർ എന്നോട് ചോദിച്ചു, PSC ടെസ്റ്റുകളൊന്നും എഴുതുന്നില്ലേ? അപ്പോഴാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എഴുതുന്നുണ്ട്, കാര്യമായിട്ട് പഠിച്ച് അങ്ങനെ എഴുതുന്നൊന്നുമില്ല, നമുക്കങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒന്നുമില്ല, നമ്മൾ തന്നെ ഗൈഡ് ചെയ്യുന്നു, പഠിക്കുന്നു, എഴുതുന്നു. അങ്ങനെയാണ് ഞാൻ ആ UPSCക്ക് ഞാൻ നാസിം സാറിൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം അറിയിക്കുന്നത്. അപ്പം UPക്ക് ഏതാണ്ട് 2 ആഴ്ച മാത്രമേ സമയമുള്ളൂ. പക്ഷേ ഞാൻ സാറിൻ്റെ ഗൈഡൻസ് എനിക്കൊരു പരിശീലനം കിട്ടി. 2 ആഴ്ച കൊണ്ട് ഞാനൊരു റാങ്ക് ഫയൽ പഠിച്ചു തീർത്തു എന്നുള്ളതാണ്. സാറ് പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിയാതെ അങ്ങ് പഠിച്ചു പോകും. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ആ UPക്ക് പഠിച്ച അവസാനം 2 ആഴ്ച മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല കട്ട് ഓഫ് ആയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഏറ്റവും 1 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് UPക്ക് എനിക്ക് ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റില്ല. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഞാൻ ഒരിക്കലും UPയോ LDC പോലുള്ള എക്സാമുകളൊന്നും അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ HSAയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതും സാറിൻ്റെ ഗൈഡൻസിൽ ഞങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളതിൽ സാറിൻ്റെ കീഴിൽ പഠിക്കാനായിട്ട് ചെല്ലുന്നു. ഇപ്പം നാസിം സാർ എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ആപത്ത് സമയത്ത് നമ്മളെ സഹായിക്കാൻ ദൈവം പല രൂപത്തിൽ വരുമെന്ന് പറയാറുണ്ട്. അതിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ HSAക്ക് പഠിക്കുന്ന ഒരു സമയം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചേ പറ്റത്തുള്ളൂ, മരിക്കാന്നല്ലാതെ ഒരു വഴി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഈ HSA കോഴ്സ് ചെയ്യുന്നത്. പക്ഷെ സാറിൻ്റെ ഒരു മോട്ടിവേഷനുണ്ട്, സാറിൻ്റെ വാക്കുകളുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, സാറ് നമ്മുടെ ഹൃദയത്തിൽ കൊളുത്തി വെച്ച ഒരു തിരിനാളമുണ്ട്, ഒരു പ്രതീക്ഷയുടെ ഒരു തിരിയുണ്ട്. അതെന്ന് പറയുന്നത് ഞാൻ ഈ HSA ആയി ജോയിൻ ചെയ്ത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു നിമിഷവും എൻ്റെ ആ ഒരു വിശ്വാസം, ആ സാറ് തന്ന ഒരു മോട്ടിവേഷൻ നമ്മളെല്ലാവരുടെ ഉള്ളിലുണ്ട്. സാർ അങ്ങനെയാണ്. സാർ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ ഞാൻ HSA ആക്കാന്ന് ഒരിക്കലും പറയത്തില്ല. സാറ് പറയുന്നില്ല നിങ്ങൾക്കതിന് കഴിയും, നിങ്ങൾക്ക് കഴിയും. അതെ, നമ്മളുടെ അടുത്താണ് പറയുന്നത് നിങ്ങൾക്ക് കഴിയും. നമുക്കില്ലാത്ത വിശ്വാസമാണ്, നമുക്ക് കഴിയത്തില്ലെന്നുള്ള നമ്മുടെ വിശ്വാസത്തെയാണ്, നമ്മുടെ ഒരു ഉപബോധ മനസ്സിനെ സാറ് ഉണർത്തുമല്ലാതെ. ഞങ്ങൾക്ക് HSAയുടെ ക്ലാസ് വെളുപ്പിനെ 4 മണിക്കായിരുന്നു. സാറ് 4 മണിക്ക് ഉണരും, ഞങ്ങളെല്ലാവരും 4 മണിക്ക് ചെന്നിരിക്കും. അപ്പോൾ സാറ് ഒരു 20 മിനിറ്റ് നമ്മളെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും. സാറ് പറയും, നിങ്ങളുടെ ജോലി, നിങ്ങൾക്ക് ജോലി കിട്ടി
കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ സാലറി ഇത്ര രൂപയാണ്, നിങ്ങളുടെ ഡ്രസ് കോഡ് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാരൊക്കെ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ HSC ആണോ, നിങ്ങളൊരു അധ്യാപകനാണ് അല്ലെ അധ്യാപികയാണെന്ന് അറിയുമ്പോൾ സമൂഹത്തിലെ ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറും. സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ലോകത്തേക്ക് അങ്ങ് എത്തുകയാണ്. ഞാനൊക്കെ ആണെങ്കിൽ എന്ത് കിട്ടിയാലും സ്റ്റാറ്റസ് വെക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് HSC ജോലി കിട്ടിയപ്പോൾ ഞാൻ ഒരു സ്റ്റാറ്റസ് പോലും വെച്ചില്ല. കാരണം എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ സ്റ്റാറ്റസ് വെക്കാത്തത്. കാരണം ഞാനൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ ഹൃദയത്തിലൊരു ഈ സാറിൻ്റെ വാക്കുകളിലൂടെ ഒക്കെ ഒരു 10,000 വട്ടം ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ എനിക്ക് പുതുതായിട്ടൊരു ജോലി കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാർ അത്രയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലരും ആത്മഹത്യ ചെയ്യാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നശിക്കുമ്പോഴാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾ ഒരാൾ നിൽക്കൂ, നിങ്ങൾക്ക് പറ്റുമെന്ന്, നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ഒരാളെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ അവരൊന്നും ആത്മഹത്യ ചെയ്യില്ല. അപ്പം ഞങ്ങളെയൊക്കെ അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ എല്ലാവരെയും സാറ് വിളിക്കും. ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയെ സാർ പേഴ്സണലായിട്ട് വിളിക്കും. സാറിനൊരു പ്രത്യേകതയുണ്ട്. സാർ ഒരു പൊതുബന്ധി വെച്ച് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മളെ പഠിപ്പിക്കുന്ന സാറാണ്. കാരണം സാർ അനങ്ങത്തേയില്ല, സാർ നമ്മളെ പഠിപ്പിക്കുന്നതാണോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തു. സാറാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഏകദേശം എല്ലാ സബ്ജക്റ്റും സാറ് തന്നെയാണ് എടുത്തത്. പിന്നെ ഹിസ്റ്ററി പഠിപ്പിക്കാൻ നമ്മുടെ വിജു സാറും കൂടി ഉണ്ടായിരുന്നു. സാറിൻ്റെ ക്ലാസ് രാവിലെ 4 മണിക്കാണ് തുടങ്ങുന്നത്. സാറിന് പൊളിറ്റിക്സിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റും പൊളിറ്റിക്സ് ആയാലും സൈക്കോളജി ആയാലും എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ പഠിച്ചെടുക്കും. അതുപോലെ തന്നെ അന്നുള്ള നോട്ട്സ് വരും. സാറ് ആഴ്ചയിൽ സാറിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ട്. എന്നേക്കായി 5 or 6 വയസ്സിന് ഇളയതാണ് നാസിം സാർ. പക്ഷെ എന്നേക്കായി മുതിർന്ന കുട്ടികളുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു വലിയ മുതിർന്ന ഒരാൾ വന്ന് ചോദിക്കുമ്പോഴത്തെ ആ ഒരു ഫീലാണ്. എന്നാൽ സാറ് വഴക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആ കുട്ടികളെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ആ സാറിനുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഒരാഴ്ച പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ചോദിക്കും, പരീക്ഷയിടും. ഒരു HSC അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായി മാറാനുള്ള എല്ലാ ഘടകങ്ങളും സാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സാറിൻ്റെ നോട്ട്സ് ആയാലും സാറിൻ്റെ മോട്ടിവേഷൻ ആയാലും അതുപോലെ തന്നെ എല്ലാ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നോട്ട്സാക്കി തരുമായിരുന്നു. അതൊന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ നിരന്തരം പഠനം, എപ്പോഴും പഠിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്ലാസ് സെക്ഷനായിരുന്നു സാറിൻ്റെ കീഴിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഞാൻ HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത് എൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ സദാസമയം പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ എപ്പോഴും പഠിക്കുമായിരുന്നു. കാരണം എനിക്ക് അത്രയേറെ ആവശ്യകതയുണ്ടായിരുന്നു. ഞാൻ പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നെങ്കിൽ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ HSC ആയി തീരുന്നത് വരെ ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ അത്രയധികം എഫേർട്ട് എടുത്ത് പഠിച്ചു. നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ എനിക്ക് അതുകൊണ്ട് സാധിച്ചു. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എനിക്ക് എങ്ങനെയാണത് പറഞ്ഞു തരേണ്ടതെന്ന് പറഞ്ഞാൽ സാറ് തരുന്ന നോട്ട്സുകളെല്ലാം നമ്മൾ അന്നു തന്നെ പഠിച്ചു തീർക്കുമായിരുന്നു. പുതുതായിട്ട് HSC എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ ഇത് നമ്മൾ നല്ല രീതിയിൽ കൊടുത്താൽ നമ്മുടെ ലൈഫേ മാറി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഞാനൊരു ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയും ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ജീവിതവും തമ്മിൽ വളരെ മാറ്റമുണ്ട്. ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ പോലും, നമ്മളുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഈവൻ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ പോലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന പൈസ, നമുക്ക് പല പ്രതിസന്ധികളാണ്. വീട്ടിൽ പ്രശ്നം കാണും, ഫാമിലി പ്രോബ്ലങ്ങൾ കാണും, സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കാണും, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ നമ്മൾ അതൊന്നും വകവയ്ക്കരുത്. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ജോലി വേണം. അത് കിട്ടുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നത് നമ്മളാണ്, നമ്മുടെ ജീവിതമാണ് മറിയുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ജീവിത അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും ഞാൻ നേടിയെടുത്ത വളരെ കഷ്ടപ്പാടിലൂടെ നേടിയെടുത്ത എൻ്റെ നേട്ടത്തെക്കുറിച്ചുമാണ്. ആ നേട്ടത്തെ ഞാൻ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന പലരും ചിലപ്പോൾ എൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. നമുക്ക് പല ഒബ്സ്റ്റക്കിൾസും ഉണ്ടായിരിക്കും. ഇതിലെല്ലാം തട്ടി നീക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ ഒരു 36-ാം വയസ്സിൽ ഞാൻ പഠനത്തിലേക്ക് എത്തി. എനിക്ക് ഇപ്പോൾ ഒരു HSC അധ്യാപികയായി എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ കുറേ ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഇതിനെപ്പോലെ ഉള്ളവർ കാണും. എല്ലാവരുടെയും അവസാന സമയമാണിത്. ഇവിടെ നമ്മൾ ഉണർന്ന് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. നമുക്കാണ് നേടേണ്ടത്, നിങ്ങൾക്കാണ്. നമ്മൾ ഈ ജോലി നേടിയെടുക്കുന്നതിലൂടെ രക്ഷപ്പെടുന്നത് നമ്മളാണ്, നമ്മുടെ കുടുംബമാണ്.
അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നല്ല രീതിയിൽ പ്രയത്നിക്കുക. ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. എല്ലാവരും നല്ല അധ്യാപകരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു.